എല്ലാവർക്കും നമസ്കാരം, സ്വാഗതം. ഭഗവത്ഗീതയുടെ അടുത്ത ഒരു ശ്ലോകം നോക്കാം. ജ്ഞാനകർമ്മ സന്യാസയോഗം ചാപ്റ്റർ 4, 4-ാമത്തെ അധ്യായം, ശ്ലോകം 16. ധ്യാനം. മുഖം കരോതി വാചാലം പങ്കും ലംഘയതേ ഗുരും യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ. ഭഗവത്ഗീതയുടെ പ്രാധാന്യം എന്ന് പറയുന്നത്, നമ്മൾ ഗ്രന്ഥങ്ങൾ ഒക്കെ പാരായണം ചെയ്യുമ്പോഴും ഒക്കെ പല കഥകളെ ആധാരമാക്കി അതിലുള്ള തത്വങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് ഓരോ ഗ്രന്ഥപാരായണവും നടത്തുമ്പോൾ. പക്ഷേ ഭഗവത്ഗീതയ്ക്ക് വേറൊരു പ്രത്യേകതയുണ്ട്. ഭഗവത്ഗീത എന്ന് പറയുന്നത് ഈ എല്ലാ വേദങ്ങളുടെയും സാരാംശമാണ്. മാത്രമല്ല അത് മനസ്സിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു. ഇപ്പോൾ മനസ്സാണ് ഓരോരുത്തരുടെയും ജീവിതത്തെ പല ബുദ്ധിമുട്ടുകളിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. അപ്പോൾ ആ മനസ്സിനെ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് എന്ന് പഠിപ്പിക്കുന്ന ഒരു ശാസ്ത്രഗ്രന്ഥമാണ് ഭഗവത്ഗീത. അപ്പോൾ ഭഗവത്ഗീത പാരായണവും വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഭഗവത്ഗീതയുടെ ആ ശ്ലോകങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഒരുപാട് തത്വങ്ങൾ നമ്മുടെ ജീവിതത്തിനെ ഒരുപാട് നല്ല ഒരു നിലയിലേക്ക് എത്തിക്കാൻ നമുക്ക് ഉള്ള ഗൈഡൻസ് ലഭിക്കുന്നു. അപ്പോൾ അടുത്തൊരു ശ്ലോകം നോക്കാം. ഈ ഒരു ചാപ്റ്റർ 4 ജ്ഞാനകർമ്മ സന്യാസയോഗം എന്ന് പറയുമ്പോൾ തന്നെ ഭഗവാൻ പ്രാധാന്യമുള്ള ജ്ഞാനമാണ് നമുക്ക് ഉപദേശിക്കുന്നത്. അപ്പോൾ വായിക്കാം. ശ്ലോകം 16. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ നമഃ. കിം കർമ്മ കിമകർമ്മേധി കവയോപ്യത്ര മോഹിതാഃ തത്തേ കർമ്മ പ്രവക്ഷ്യാമി യജ്ഞാത്വാ മോക്ഷസേ ശുഭാത്. ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. കിം കർമ്മ കിമകർമ്മേധി കവയോപ്യത്ര മോഹിതാഃ തത്തേ കർമ്മ പ്രവക്ഷ്യാമി യജ്ഞാത്വാ മോക്ഷസേ ശുഭാത്. അപ്പോൾ ഇവിടെ ഭഗവാൻ നമുക്ക് കർമ്മം എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വാക്കാണ് കർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ എന്തെങ്കിലും ഒരു വലിയ ജോലി ചെയ്യുമ്പോഴാണ് അത് കർമ്മം എന്നുള്ള രീതിയിൽ നമ്മൾ മനസ്സിലാക്കുന്നു. എന്നാൽ അതല്ല, ഒരുപാട് ചിന്തകൾ പോലും കർമ്മങ്ങളാണ് എന്ന് ഭഗവത്ഗീത പറയുന്നു. അപ്പോൾ കർമ്മം എന്ത് അകർമ്മം എന്ത് എന്ന് നിർണ്ണയിക്കുന്നതിന് തത്വദർശികൾ പോലും വിഷമിക്കുന്നുണ്ട്. ഏതറിഞ്ഞാലാണോ ഈ അമംഗളമായ സംസാരത്തിൽ നിന്ന് നീ മുക്തനാവുന്നത്, ആ കർമ്മത്തെ നിനക്ക് ഞാൻ പറഞ്ഞു തരാം എന്നാണ് ഭഗവാൻ ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത്. അതായത് നമുക്ക് ഏതാണ് കർമ്മം ഏതാണ് അകർമ്മം എന്നൊക്കെയുള്ള പിന്നെ അത് മനസ്സിലാക്കാൻ വിഷമം ഉണ്ട് നമുക്ക്. അപ്പോൾ അതിന് വലിയ വലിയ വേദാന്തം അറിയുന്ന ഋഷികൾ പോലും അത് ബുദ്ധിമുട്ടുന്നു, വിഷമിക്കുന്നു. അപ്പോൾ ഏതൊരു കാര്യം അറിഞ്ഞാലാണോ ഈ അമംഗളമായ സംസാരം എന്ന് പറയുന്നത് ഈ നമ്മൾ കാണുന്ന ഈ എല്ലാ ലോകവും നമ്മുടെ ചുറ്റുപാടുകളും എല്ലാം കൂടെ ചേർത്താണ് സംസാരം എന്ന് പറയുന്നത്. ഈ സംസാരം അമംഗളമാണെന്ന് പറയുമ്പോൾ ഓരോ നിമിഷവും വളരെ ബുദ്ധിമുട്ടുകൾ നമുക്ക് കൊണ്ട് തന്നുകൊണ്ടേയിരിക്കുന്നതാണ് സംസാരം. അതുകൊണ്ടാണ് ഈ ലോകം എന്ന് പറയുന്നത് അമംഗളമാണെന്ന് പറയുന്നത്. അതിനെ മംഗളമാക്കി തീർക്കണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ പറയുന്നു, ഈ അമംഗളമായ സംസാരത്തിൽ നിന്ന് നീ എപ്പോൾ മുക്തനാവുമോ, എങ്ങനെ മുക്തനാവുമോ, അതിനു വേണ്ട കർമ്മം എന്താണോ അത് ഞാൻ പറഞ്ഞു തരാം അർജുന എന്ന് കൃഷ്ണൻ ഭഗവാൻ അർജുനനോട് പറയുന്നു. അതാണ് ഈ ഒരു ശ്ലോകത്തിൻ്റെ ഒരു ഉള്ളടക്കം. ഇനി അതിൻ്റെ വാക്കുകൾ നോക്കിയാൽ കിം കർമ്മ കിം അകർമ്മേതി, അതായത് കർമ്മ കിം എന്ത് എന്നുള്ള അർത്ഥമാണ്. കർമ്മം കിം എന്ത്, അകർമ്മ കിം അകർമ്മം എന്ത്, ഇതി അത്ര എന്ന് നിർണ്ണയിക്കുന്നതിന് കവയ അഭിമോഹിത തത്വദർശികൾ പോലും വിഷമിക്കുന്നു. അപ്പോൾ ഏത് ജ്ഞാത്വ ഏതൊന്ന് അറിഞ്ഞാൽ അശുഭാത് അമംഗളമായ സംസാരത്തിൽ നിന്ന് മോക്ഷസേ നീ മുക്തനാവും. മോക്ഷം എന്ന് പറയുമ്പോൾ മുക്തി ലഭിക്കുക എന്നുള്ള അർത്ഥം തന്നെയാണ്. മുക്തനാവുമോ തത് കർമ്മ ആ കർമ്മത്തെ നിനക്ക് പ്രവക്ഷ്യാമി ഞാൻ പറഞ്ഞു തരാം. അതങ്ങനെയാണ് ഭഗവാൻ പറയുന്നത്. ആ ഒരു പ്രവക്ഷ്യാമി നിനക്ക് ഞാൻ പറഞ്ഞു തരാം, നിനക്ക് പ്രവക്ഷ്യാമി പറഞ്ഞു തരാം. ഇനി അപ്പോൾ ഇവിടെ പറയുന്നു, നമ്മൾ ഈ
നമ്മുടെ കൈ, കാല്, പിന്നെ അങ്ങനെയുള്ള നമ്മുടെ അവയവങ്ങൾ കൊണ്ട് ബാഹ്യവസ്തുക്കളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പലതിനെയാണ് കർമ്മം എന്ന് പറയുന്നത്. ഒന്നും ചെയ്യാതെ അനങ്ങാതെ ഇരിക്കുന്നതിനെയാണ് അകർമ്മം എന്നാണ് അങ്ങനെയാണ് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. എന്നാൽ ഈ തത്വശാസ്ത്രങ്ങളുടെ വീക്ഷണം എന്ന് പറയുന്നത് തികച്ചും വ്യത്യസ്തമാണ്. അതായത് ആത്മശ്രേയസ്സിന് വേണ്ടി അതിനെ ചെയ്യുന്ന ബാഹ്യചേഷ്ടകളെ കൊണ്ട് മാത്രമല്ല, അതിൻ്റെ ഉദ്ദേശവും കൂടെ നോക്കിയാണ് അത് കർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ ബാഹ്യചേഷ്ടകൾ ആയിട്ട് കൈകൊണ്ട് ചെയ്യുന്നു, കാലുകൊണ്ട് ചെയ്യുന്നു, അങ്ങനെയല്ല. അത് മാത്രമല്ല കർമ്മം, അതിൻ്റെ ഉദ്ദേശവും കൂടി നോക്കിയിട്ടാണ് അതിനെ കർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ നല്ല ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്ന ഒരു കാര്യത്തെ പിന്നെ അത് കർമ്മത്തിൻ്റെ ആ ഒരു ലിസ്റ്റിൽ വരുന്നു. എന്നാൽ ഉദ്ദേശം മോശമാണെങ്കിൽ അത് അകർമ്മത്തിൻ്റെ ആ ഒരു വിഭാഗത്തിൽ വരുന്നു. പിന്നെ അപ്പോൾ കർമ്മത്തിൻ്റെ നിലവാരം നിശ്ചയിക്കുന്നത് അതിൻ്റെ പിന്നിലെ ഉദ്ദേശമാണ്. അതുപോലെ ഒരു ഫ്രൂട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഫ്രൂട്ട് നല്ലതാണോ ചീത്തയാണോ എന്ന് എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുക? അത് നമുക്ക് പുറത്തുനിന്ന് കാണുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലാവും. എന്നാൽ ചില സമയത്ത് അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു മാമ്പഴമൊക്കെ ആണെങ്കിൽ ചിലപ്പോഴും അതിൻ്റെ അകത്തൊക്കെ പുഴുവൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള മാമ്പഴം ഒക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെ പുറമേ നല്ലതെന്ന് തോന്നിക്കുന്നത് എല്ലാം നല്ലതാവണമെന്നില്ല. അതുകൊണ്ട് ഉദ്ദേശം മോശമാണെങ്കിൽ അത് വിഷം പോലെ വിഷമം ഉണ്ടാക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഏതാണ് കർമ്മം, ഏതാണ് അകർമ്മം എന്ന് തിരിച്ചറിയുന്നതിന് തത്വദർശികൾ പോലും വിഷമിക്കുന്നു. കാരണം കവി എന്നാൽ ഋഷി എന്നാണ് അർത്ഥം. അപ്പോൾ ഋഷി അല്ലാത്തവൻ കവിയല്ല എന്ന് നമ്മൾ പറയും. അപ്പോൾ അതുപോലെ കർമ്മം എന്നാൽ ചലനമെന്നും അകർമ്മം എന്നാൽ നിശ്ചലാവസ്ഥ എന്നും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്ന് ഒരു തികച്ചും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് ഇവിടെ ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നത്. കാരണം നല്ല ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്ന കാര്യങ്ങളാണ് കർമ്മം എന്ന് പറയുന്നത്. അതിൻ്റെ ഉദ്ദേശം മോശമാണെങ്കിൽ അതിന് നമ്മൾ അകർമ്മം എന്ന് പറയും. അങ്ങനെയും പറയാം. അപ്പോൾ കർമ്മം അകർമ്മവും എന്തിനാണ് എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ജീവിതത്തെ കുറച്ചുകൂടെ മെച്ചപ്പെടുത്തി കൊണ്ടുവരാനാണ് നല്ല കർമ്മങ്ങൾ അനുഷ്ഠിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ നല്ല കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ ഈ സംസാരത്തിലെ അമംഗളമായിട്ടുള്ള ഈ സംസാരം എപ്പോഴും ബുദ്ധിമുട്ടുകൾ കൊണ്ടുതരുന്ന ഈ സംസാരത്തിൽ നിന്ന് നമുക്ക് മുക്തനാവാൻ കഴിയും. അപ്പം ഞാൻ ആ കർമ്മത്തെ പറഞ്ഞു തരാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ടാണ് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഭഗവാൻ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ശ്ലോകം വായിക്കാം. കിം കർമ്മ കിം അകർമ്മേതി കവയോപ്യത്ര മോഹിതാഃ തത്തേ കർമ്മ പ്രവക്ഷ്യാമി ജ്ഞാത്വാ മോക്ഷസേ ശുഭാത്. കിം കർമ്മ കിം അകർമ്മേതി കവയോപ്യത്ര മോഹിതാഃ തത്തേ കർമ്മ പ്രവക്ഷ്യാമി ജ്ഞാത്വാ മോക്ഷസേ ശുഭാത്. അങ്ങനെ ഭഗവാൻ കർമ്മത്തിൻ്റെ ഒരു കർമ്മം എന്ത്, അകർമ്മം എന്ത്, വികർമ്മം എന്ത് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഡീറ്റെയിൽസിലേക്കാണ് ഇനി ഉള്ള അടുത്ത ശ്ലോകങ്ങളിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ നമ്മൾ ഭഗവത്ഗീത എന്ന് പറയുന്നത് നമ്മൾ നല്ല പ്രവൃത്തികളിൽ എങ്ങനെ ഏർപ്പെടാം, അങ്ങനെ നമ്മുടെ നല്ല പ്രവൃത്തികളിൽ ഏർപ്പെട്ടുകൊണ്ട് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും എങ്ങനെ നല്ല ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരാമെന്ന് നിരന്തരം നമുക്ക് തരുന്ന ഒരു ശാസ്ത്രഗ്രന്ഥമാണ് ഭഗവത്ഗീത. അതുകൊണ്ടാണ് പിന്നെ സുനിത വില്യംസിനെ പോലെയും പിന്നെ അബ്ദുൽ കലാമിനെ പോലെയും പിന്നെ മഹാത്മാഗാന്ധിയെ പോലെയുള്ള മഹാപുരുഷന്മാരും അവരെല്ലാവരും തന്നെ ഇനിയുമുണ്ട് ഒരുപാട് ഭഗവത്ഗീത ജീവിതത്തിൽ ഉടനീളം കൊണ്ടു നടന്ന ഒരുപാട് മഹാന്മാരുണ്ട്. അപ്പോൾ അതെല്ലാം എങ്ങനെയാണ് അവർ സാധ്യമാക്കിയത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ആ ഒരു മഹത്വം മനസ്സിലാക്കിയിട്ടാണ്. അപ്പോൾ നമുക്കും പിന്നെ ഈ ഭഗവത്ഗീതയുടെ ശ്ലോകങ്ങൾ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു 10 ശ്ലോകം തന്നെ എടുത്തു കഴിഞ്ഞാൽ തന്നെ അത് വളരെ ഗംഭീരമാണ്. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക, വെറുതെ അർത്ഥം മനസ്സിലാക്കിയാലും മാത്രവും പോരാ, അത്രയ്ക്കും
അതിൻ്റെ കുറച്ചെങ്കിലും അത് ഉൾക്കൊള്ളാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം കുറച്ചുകൂടെ മെച്ചപ്പെട്ടതായി മാറുന്നത്. അപ്പോൾ അതിന് ഭഗവത്ഗീത തീർച്ചയായിട്ടും സഹായിക്കും എന്നും അതുകൊണ്ട് യുവ സമൂഹം ഇത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഹിന്ദു സമൂഹത്തിന് ഏറ്റവും വലിയ ഒരു അമൂല്യമായിട്ടുള്ള ഒരു നിധിയായിട്ടുള്ള ഭഗവത്ഗീത നമ്മുടെ കയ്യിലുണ്ടായിട്ട് നമ്മൾ ഭിക്ഷക്കാർ പോലെയാണ് നടക്കുന്നത്, ഒന്നുമില്ലാത്തവരെ പോലെ. കാരണം നമ്മളുടെ ആ ഒരു മഹത്വം അറിയാതെ പിന്നെ നമ്മളിങ്ങനെ പലയിടത്തും പലതും അന്വേഷിച്ചുകൊണ്ട് നടക്കുന്ന ഒരു സമൂഹമായിട്ട് നമ്മൾ മാറാതിരിക്കണമെങ്കിൽ നമ്മൾ കുറച്ച് അതിൽ വർക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഭഗവത്ഗീത നമ്മുടെ അടുത്ത ഒരു തലമുറയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നതിന് മാതാപിതാക്കളും ശ്രദ്ധിക്കുക. ഈ ഒരു വെക്കേഷൻ കാലം അതിന് പറ്റിയതാണ്. നിങ്ങൾ അത് മാക്സിമം ഉപയോഗപ്പെടുത്തുക. എൻ്റെ തന്നെ ചാനലിൽ എൻ്റെ പ്ലേലിസ്റ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുവരെ 4ാമത്തെ ചാപ്റ്റർ, ഇപ്പോൾ 16ാമത്തെ ശ്ലോകം വരെയും ഉള്ള എല്ലാ ഇതും വളരെ കൃത്യമായിട്ട് അതിൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ അത് ഉപയോഗപ്പെടുത്തുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യ മോക്ഷയിഷ്യാമി മാ ശുച. ഓം തത്സത്. ഇത്രയും ഭാഗം ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ഹരേ.